ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നെൻ്റെ 100 ഡേയ്സ് ചാലഞ്ചിൻ്റെ 100-ാം ദിവസമാണ്. വളരെയേറെ സന്തോഷത്തിലാണ്, കാരണം എൻ്റെ ജീവിതം തന്നെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ 100 ഡേയ്സ് ചാലഞ്ചിൽ എൻ്റെ വെയിറ്റ് 92-ൽ നിന്ന് 75 ആകുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മുമ്പ് പോസ്റ്റിലിട്ടിട്ടുണ്ട്. അതിലെത്ര പേർ കണ്ടിട്ടുണ്ടെന്നറിയില്ല. അത് എനിക്കുള്ള ഒരു ഇൻസ്പിറേഷനായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ പോസിറ്റീവായി എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഓരോ ആളും കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് തന്നെ ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഒരു ലക്ഷ്യം നമ്മൾ നോട്ടീസ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് അതിനുവേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് മടി വന്നാൽ പോലും നമ്മുടെ കൂടെയുള്ളവർ നമ്മോട് പറയും, നിങ്ങൾ 100 ദിവസം ആകാനായല്ലോ, എന്തായി, നിങ്ങളെ വെയിറ്റ് കുറയുന്നുണ്ടോ? പലപ്പോഴും നാം വെയിറ്റ് കുറക്കണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഒരാഴ്ച 2 ആഴ്ച മാക്സിമം 1 മാസം ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും പിന്നീട് എവിടെയെങ്കിലും നല്ല സദ്യയോ ബിരിയാണിയോ ഹോട്ടൽ ഭക്ഷണമോ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന കാര്യം മറന്നു പോവുകയും ഈ ഡയറ്റിൻ്റെ കാര്യം മറന്നു പോവുകയും ഭക്ഷണം കഴിക്കുകയും ഓവറായി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കുക, ഞാൻ പറയുക, ഭക്ഷണം അധികമായി പോയി, ഇത്ര കഴിക്കേണ്ടിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ ബോധം അതിന് മുമ്പേ ഉണ്ട്. പക്ഷെ ഞാനത് മൂടി വെക്കുകയും ഭക്ഷണത്തിന് മുമ്പിൽ ആ ആഗ്രഹങ്ങൾ മാറ്റി വെക്കുകയും ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയുകയും ചെയ്യും, ഇത് കുറച്ച് അധികമായി പോയി എന്ന് പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതും എൻ്റെ ജിമ്മിൽ അത് പബ്ലിഷ് ചെയ്യുന്നതും ജനങ്ങളോട് അത് പറയുന്നതും. കാരണം എൻ്റെ വെയിറ്റ് ഞാൻ കുറക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയാലും എന്നെ ഓർമ്മപ്പെടുത്താൻ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധുക്കളും ഉണ്ടാവുമ്പോൾ അത് നമുക്കൊരു ബലമായി തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ പോസ്റ്റിൻ്റെ കീഴിൽ ഞാൻ 75 ആക്കുമോ ഇല്ലയോ, യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആക്കിയിട്ടില്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരിൽ സെലക്ട് ചെയ്യുന്നവർക്ക് 3000 രൂപ എൻ്റെ ഒരു സ്നേഹ സമ്മാനമായി ഞാൻ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ 75 അതിൽ താഴെയോ ആക്കുകയാണെങ്കിൽ അത് യെസ് എന്ന് കമൻറ്റ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിലൊരാൾക്ക് ഞാൻ 3000 രൂപ നൽകുന്നതായിരിക്കും. അത് നമ്മൾ പവർ വേൾഡ് എംബേറ്റ് ജിമ്മിലെ വ്യക്തികളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തികൾക്കാണ്, അവിടെ വരുന്ന ഏതെങ്കിലും വ്യക്തികൾക്കോ അവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കോ ആണെങ്കിൽ 1 വർഷത്തെ ജിമ്മിൻ്റെ ഫീ നൽകുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഒരു ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വെയിറ്റ് ഏകദേശം 2 വർഷം മുമ്പ് 96-97 kg ആയിരുന്നു. അപ്പോഴാണ് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിലെ ആശാ വർക്കർ വരികയും ഒരു ദിവസം വരികയും എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കുകയും, അപ്പോൾ ഇത് ഓവർ വെയിറ്റ് അല്ല, പൊണ്ണത്തടിയായിരിക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് തന്നെ വ്യായാമം ചെയ്യണമെന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. വെയിറ്റും ഹൈറ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ 75 വേണ്ടത്, അത് 80-85 ആകുമ്പോൾ തന്നെ ഓവർ വെയിറ്റായി, 96 എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയായി, കാണാൻ അങ്ങനെ തോന്നുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഉപദേശത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ജിമ്മിന് പോകുന്നത്. ജിമ്മിന് പോയി ഏകദേശം 1.5-2 വർഷമായി. പക്ഷേ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്, 89 വരെയൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഭക്ഷണം കഴിക്കുകയും നമ്മൾ ഈ ലക്ഷ്യബോധമില്ലാതെ വീണ്ടും വെയിറ്റ് കൂടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു 100 ഡേ ചാലഞ്ച് എടുക്കുന്നത് എൻ്റെ വെയിറ്റ് പെർമനൻ്റായി 75ലേക്ക് എത്തുകയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്.
ആ സന്തോഷത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ ഗിവ് ബാക്ക് നിങ്ങളെ അറിയിക്കുന്നത്. ഗിവ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സന്തോഷമായിട്ട് ഞാനിത് നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ആ പോസ്റ്റിന് കീഴിൽ യെസ് ഓർ നോ എന്ന് കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന.